നമസ്കാരം. നമ്മുടെ ഹരിപ്പാടിന് തൊട്ട് മുൻപുള്ള കരുവാറ്റ, അവിടെ നടന്ന ഒരു കൊലപാതകം നിങ്ങളെല്ലാവരും ഇതിനകം എല്ലാവരും കേട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. 13 വയസ്സുള്ളൊരു പെൺകുട്ടി അവളുടെ കാമുകന്മാരും അവളുടെ കൂട്ടുകാരന്മാർ, ഒരാൾ കാമുകനാണെന്ന് പറയുന്നു, വാർത്തകൾ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം മരണപ്പെട്ട ആളുടെ കൊച്ചുമോളാണെന്ന് പറയുന്നുണ്ട്, ബന്ധുവാണെന്ന് പറയുന്നുണ്ട്. ഇവൾ അവിടെ പോയപ്പോൾ അയാൾ ഇവിടെ താമസിച്ചെന്നും അയാൾ ഇവിടെ താമസിക്കുമ്പോൾ അയാൾ അവിടെ പോയെന്നും മക്കൾ ഇവിടെ പോയെന്നും ഇവരിവിടെ പോയെന്നും തോന്നിയ പോലെ വാർത്തകൾ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. ഒന്നറിയാം, അയാൾ കൊല്ലപ്പെട്ടു. അതിന് കാരണം പെൺകുട്ടിയാണെന്നാണ് ഇപ്പോൾ പോലീസ് ആ നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത്. ഈ 13 വയസ്സുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് അനവധി കൂട്ടുകാർ പല കുടുംബങ്ങളിൽ നിന്നുള്ള കൂട്ടുകാരാണ്, പല ഇടങ്ങളിൽ നിന്നും പല കുടുംബങ്ങളിൽ നിന്നുള്ള കൂട്ടുകാരാണെന്ന് മനസ്സിലാക്കണം. 3 ആൺപിള്ളേരാണ് അവരെ വിളിച്ചു പറഞ്ഞ് നമുക്കൊരാളെ കൊല്ലണമെന്ന്. ഈ 13 വയസ്സുള്ള പെൺകുട്ടി വിളിച്ചു പറയുകയാണ്, പ്രായപൂർത്തിയാകാത്ത മറ്റ് 3 ആൺകുട്ടികളെ വിളിച്ചു പറയുകയാണ് നമുക്കൊരാളെ കൊല്ലണമെന്ന്. ഉടനെ തന്നെ അവർ തയ്യാറാവുക, നമുക്കത് ചെയ്യാലോ, നമുക്ക് കൊല്ലാമല്ലോ എന്ന് പറയുകയാണ്. എന്തൊരു ബന്ധമാണ് ഈ പെൺകുട്ടിക്ക് ഇത്രയും ആൺകുട്ടികളായിട്ടുണ്ടാവാനുള്ള കാരണം? എന്തൊരു ബന്ധമാണ് ഉണ്ടായിട്ടുണ്ടാകുക? അഥവാ കൊല്ലാനുള്ളൊരു മനസ്ഥിതി, ഇത്രയും പ്രായം ചെന്നൊരാളെ 13 വയസ്സുള്ളൊരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ, ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം 13 വയസ്സുള്ള പെൺകുട്ടിയെ ഒരു കൈ കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് 2 കൈയിനെ കൂട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കാരണം പ്രായത്തിന് അനുസരിച്ചുള്ള ശക്തി ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ള ഒരാളെ കൊല്ലാൻ ഉള്ള ഒരു മനസ്ഥിതി, അയാളെ കൊല്ലണം. അങ്ങനൊരു മനസ്ഥിതി എങ്ങനെയാണ് ഈ 13 വയസ്സുള്ള കുട്ടിയിൽ ഉരുത്തിരിയുന്നത്? ഇതും കഴിഞ്ഞിട്ട് മറ്റുള്ള 3 കുട്ടികളോട് പറഞ്ഞു നമുക്ക് ഇന്നയാളെ കൊല്ലണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ അത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നമുക്ക് കൊല്ലാം. ഒരാളൊരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ പണ്ടൊക്കെ കുട്ടികളോടൊക്കെയും അമ്മൂമ്മമാർ പറയും, പോലീസിനെ വിളിക്കും. അപ്പുറത്തെ കത്തിരിങ്ങയുടെ അവിടെ പോലീസ് വന്നറിയില്ലേ, പിടിച്ചു കൊണ്ടുപോയിട്ട് അവർ ഭയങ്കര ഡിഡി കൊടുത്തു അവരങ്ങനെ, അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. പോലീസ് പറഞ്ഞാൽ പേടിയാണ്. ഒരാളെ കൊല്ലുക എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല അത്. ആ കാര്യത്തിന് അപ്പുറം വരുന്ന പോലീസ്, കോടതി, അറസ്റ്റ് ചെയ്യൽ, വീട്ടുകാർ, നാട്ടുകാർ എല്ലാവരും അത് നോക്കിക്കൊണ്ട് നിൽക്കൽ, എന്നിട്ട് തെളിവെടുപ്പിനായിട്ട്, ഇതൊക്കെ നമ്മൾ ടി വിയിൽ കാണുന്ന കാര്യങ്ങളല്ലേ ഇതെല്ലാം. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇവർക്ക് പറ്റുന്നു, ഈ കുട്ടികൾക്കിത് പറ്റുന്നു? ഏതായാലും സംഭവം അവിടെ നടന്നു. ഈ കുട്ടികളെ വിളിച്ച് പറയാം, നിനക്ക് വല്ല ഭ്രാന്തുണ്ടോടി, ഒരാളെ കൊല്ലേ എന്ന് പറയാൻ അവിടെ മറ്റു ആൺകുട്ടികൾക്ക് തോന്നിയില്ല. ഈ 3 ആൺകുട്ടികളാണ് വന്നതെങ്കിലും എത്ര ആൺകുട്ടികളെ വിളിച്ചിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ. അല്ല, 3 ആൺകുട്ടികൾ അതിന് കൊട്ടേഷൻ എടുത്തു എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. ഈ കുട്ടികൾക്ക് എന്താണ്? ഈ കുട്ടികൾക്ക് ഈ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലുണ്ടാകുന്ന അതിൻ്റെ ഭവിഷ്യത്ത് എന്തായാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്നൊരു മനോഭാവം ആ കുട്ടികൾ എങ്ങനെയാണ് വളർന്നത്? കാരണം ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പണ്ട് ഞങ്ങളുടെ ഇവിടെ ഒരു തേങ്ങാട് വേലായുധൻ എന്നൊരാളുണ്ടായിരുന്നു. അയാൾ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, അത്യാവശ്യം പിച്ചതണ്ടിയും അങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്, രാത്രിയും ചലനാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ കുറച്ച് ഇടക്കാലത്ത് വെച്ചിട്ട് അയാൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, സാറേ എന്താ സാറേ വല്ല എവിടെ ഒന്നുമില്ല, അപ്പോൾ എന്താ ചോദിക്കുന്നത് അറിയോ? വല്ല കേസുകൊണ്ട് എനിക്കും തരുമോ സാറേ, വല്ല കൊച്ചു കളവ് കേസുകളോ അമ്പലം ഉള്ള കളവ് കേസുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല കേസുകളും ഉണ്ടെങ്കിൽ എനിക്കും തരുമോ? നിനക്കൊരു ഒറ്റ കേസും തരില്ല. നീ ഇവിടെ വടക്കാഞ്ചേരി നിൻ്റെ ആൾക്കാരും കൂടെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനല്ലേ, അവിടെ പോയി പറയണം. അപ്പോൾ അതിൽ ഈ എനിക്കറിയാം. അപ്പം അയാൾ ഒരിക്കൽ അന്ന് അവിടെ ഉണ്ടായിരുന്നൊരു ഇടിവാളോ എന്തൊരു പത്രമുണ്ട്, സ്വാതന്ത്ര്യമണ്ഡലം ഇടിവാളോ, അവിടെ ഒരു ഇൻ്റർവ്യൂ, ആ പത്രം അവിടെ മാത്രമേ ഉള്ളൂ. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
വല്ലപ്പോഴും എനിക്കൊരു സ്നേഹവും അല്ലെങ്കിൽ സമാധാനവും കിട്ടണമെങ്കിൽ ജയിലിൽ പോകണം. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ ചെല്ലണം, എന്താ വന്നുല്ലേ, അപ്പോൾ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ജോലി കിട്ടും. അടുക്കളയിൽ പാത്രം കഴുകുന്നു, മറ്റേ ജോലി കിട്ടും, കുറേ കൂട്ടുകാരും മറ്റുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് അയാൾ കുറ്റം ചെയ്തിട്ട് കുറ്റവാളിയായിട്ട് ജയിലിൽ പോകാൻ ഇഷ്ടപ്പെടുന്നത്? പുറം ലോകത്തിൽ അവൻ കുറ്റവാളിയാണ്. പുറം ലോകത്തിൽ അവനെ സ്നേഹിക്കാൻ ആരുമില്ല, സ്വന്തക്കാരില്ല, ബന്ധുക്കളില്ല, നാട്ടുകാർക്ക് മുഴുവൻ അവനെ കാണുന്നത് കള്ളൻ എന്നുള്ളൊരു മനോഭാവം. ആ ഒരു സങ്കടത്തിൽ നിന്നുള്ളൊരു മോചനം എവിടെ കിട്ടുന്നുവോ അവിടേക്ക് തിരികെയാണ് ചെയ്യുന്നത്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിങ്ങനെ കുറ്റം ചെയ്താൽ എൻ്റെ അമ്മ എത്രമാത്രം വേദനിക്കും, എൻ്റെ അച്ഛൻ എത്രമാത്രം വേദനിക്കും, എൻ്റെ സഹോദരന്മാരുടെ സ്ഥിതി എന്തായിരിക്കും, എൻ്റെ മുത്തശ്ശി അല്ലെങ്കിൽ ബന്ധുക്കളുടെ സ്ഥിതി എന്തായിരിക്കും. അവിടെ നിന്നൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി വളരുന്ന ചെടിയുണ്ട്, അതിനെപ്പോഴും തണലുണ്ടാകണം. ഇപ്പോൾ തമിഴ്നാട്ടിൽ കൂടെ ചൂട് കാലഘട്ടമാണ്. അപ്പോൾ ഈ വളരുന്ന ചെടിയുടെ മേലെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സൂര്യനടിക്കാത്ത രീതിയിൽ പിന്നെ മേലെ ഇതിട്ടിട്ടുണ്ട്, മറ്റേ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ചെടികളൊക്കെ മാറ്റി വയ്ക്കും. വളരുന്ന ചെടികൾ തെങ്ങിനും മാവിനും പ്ലാവിനും ഇതിൻ്റെ ആവശ്യമില്ല, മാറ്റി വയ്ക്കും വെയിലടിക്കാതെ. ദിവസവും നനയ്ക്കും. ഞാൻ കാപ്പി കുടിക്കുന്നത് ഞാൻ എപ്പോഴും നനച്ച് കഴിഞ്ഞാൽ വരുന്നത്. ഞാൻ 5 മണിയാകുമ്പോഴേ അവിടെ നനയ്ക്കൽ കഴിയും. അപ്പോൾ അതിന് ഒരുപാട് തണൽ ആവശ്യമാണ്, ഒരുപാട് സ്നേഹം ആവശ്യമാണ്. കുട്ടികളത് കൊതിക്കുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ? അതാണ് പ്രശ്നം. കുടുംബത്തിൽ, രാജ്യത്തിൽ അരാജകത്വം പോലെ ഇന്ന് കുടുംബത്തിൽ മൊത്തം അരാജകത്വമാണ്. ലഹരി മരുന്നിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു. എനിക്കറിയാത്തൊരു കാര്യം ചോദിക്കണം, അതിൻ്റെ ന്യായീകരണം പക്ഷേ നിങ്ങൾക്ക് തരാൻ കഴിയും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു സാധാരണക്കാരന് ഉപയോഗിക്കാൻ കഴിയുന്ന ലഹരി മരുന്ന് എന്താ? ഒരു സാധാരണക്കാരന്, കൂലിപ്പണിക്കാരനായിട്ടൊരാൾ, അയാൾക്ക് ദിവസം 1000, 600, 700 രൂപ കിട്ടും. വീട്ടിൽ ചിലവുകളുണ്ട്, മക്കൾക്ക് ചിലവുകളുണ്ട്. അയാൾ അത്യാവശ്യം അയാൾക്ക് ചിലവൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അത്യാവശ്യം അയാളും ചിലപ്പോൾ കഴിക്കുകയും ചെയ്യുമല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് ബാക്കി എന്ത് തൊലിയ ഉണ്ടാവുക? അപ്പോൾ അയാൾക്ക് ലഹരി കഴിക്കണമെന്ന് ആഗ്രഹം. അയാൾ എന്താ ചെയ്യുക? അയാൾ അമേരിക്കൻ ഇറക്കുമതി ചെയ്ത MDയും MAയും ഒന്നും ഉപയോഗിക്കില്ലല്ലോ. അയാളെന്താ ചെയ്യുക? അയാളുടെ ലഹരി അടുത്ത ചാരായ ഷോപ്പിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചാരായ ഷോപ്പില്ല, അടുത്ത സ്ഥലത്ത് പോയിട്ട് ജവാനോ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മദ്യം, അത് ക്യൂ നിന്ന് വാങ്ങിക്കരുത്. അത് ലഹരിയല്ല എന്ന് ഇവിടുത്തെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അവർക്ക് പറയാൻ പറ്റുമോ? തൂഫാൻ എന്ന പ്രോഗ്രാം ലഹരിയുടെ ഉപയോഗം തടയുക എന്നുള്ള അതാണ് ലക്ഷ്യം. അത് മഹോന്നതമായിട്ടൊരു കാര്യമാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. അതല്ലേ ഇത് നടക്കണമെന്ന് മാത്രം. നല്ല കാര്യമാണ് ലഹരി മുക്തമായിട്ടുള്ള കേരളത്തെ സൃഷ്ടിക്കുക എന്നുള്ളത്. ആ ലഹരി മുക്തമായിട്ടുള്ള കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാ വിധത്തിലുള്ള അവരുടെ റെറ്റിന്യൂസുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി, അഥവാ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനോട് ഞാൻ ചോദിച്ചോട്ടെ, ലഹരിയിൽ ഉൾപ്പെട്ടതല്ലേ നിങ്ങളായിട്ട് വിതരണം ചെയ്യുന്ന ബെവറേജസ്? ഈ ബെവറേജസ് എന്നുള്ള ഇപ്പോൾ പുതിയ ഭാഷയാണ്. ആദ്യം ബീവറേജസ് എന്നാണ് പറഞ്ഞിരുന്നത്, ഇപ്പോൾ അതിന് ബെവറേജസ്. ഏതോ ഇംഗ്ലീഷുകാരനോട് ഏതോ കൊഞ്ഞാണല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ അതപ്പോൾ അങ്ങനെയാണ് വാസ്തവത്തിൽ. അപ്പം അങ്ങനെയായി കാര്യങ്ങൾ. അപ്പോൾ ആയതുകൊണ്ട് ബെവറേജസ്, ഓക്കെ, ബെവറേജസ്. ഈ ബെവറേജസിൽ ക്യൂ നിന്ന് കൊണ്ടുപോകുന്ന കുപ്പി തിരിച്ചു കൊടുത്താൽ വീണ്ടും പൈസ കൊടുക്കാമെന്നുള്ള ഓഫർ, സുശോഭനമായിട്ടുള്ള ഓഫർ. 2 കുപ്പി വാങ്ങിച്ചാൽ 1 കുപ്പി ഫ്രീ എന്നുള്ള ഓഫർ വരാൻ പോകുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇത് ലഹരിയല്ലേ? ഗവൺമെൻറ് തലത്തിൽ ലഹരി വിതരണം ചെയ്തു, അത് നിസ്സാരമല്ലോ. വലിയ ഗവൺമെൻറ് കിട്ടുന്ന ഏറ്റവും വലിയ റവന്യൂ ആണത്. ഈ മറ്റേ ജവാൻ പോലുള്ള മദ്യങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നത്. അതായത് അതിൻ്റെ ആ ഘട്ടം മുതൽ ഈ ഘട്ടം വരെ ഒരു നയാ പൈസ പോലും ചോർന്നു പോകരുത്. അവരതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇറക്കുമതി ചെയ്യുന്നു, അവർ തന്നെ വാറ്റിയെടുക്കുന്നു, അവർ തന്നെ കുപ്പിയിൽ നിറയ്ക്കുന്നു, അവരുടെ ബെവറേജസ് മുഖാന്തരം അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അത് ലഹരിയല്ലേ? ലഹരിയല്ല എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ ഞാൻ കണ്ടിടത്തോളം അதைയും കുടിച്ച് എത്ര ആൾക്കാർ വഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടിട്ടുണ്ട്, എത്ര ആൾക്കാർ വീട്ടിൽ വന്ന് തല്ലുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, എത്ര ആൾക്കാർ മക്കളുടെയും തല്ല് വാങ്ങിച്ചു കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാ നാണവും മാനവും കെട്ട് ആടി റോട്ടിൽ കൂടെ നടക്കുന്നത് ഈ ലഹരി ഉപയോഗിച്ചിട്ടല്ലേ? ആ ലഹരി വിൽക്കുന്ന ഗവൺമെൻറ്റിന് തൂഫാൻ എന്നുള്ള പരിപാടി നടത്താൻ പാടില്ല എന്നില്ല. തൂഫാൻ ആദ്യം എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? ഇന്ന് മുതൽ എല്ലാ മറ്റേ മദ്യ ഷോപ്പുകളും കൂട്ടാൻ പോകും, എല്ലാ ലഹരി ഷോപ്പുകളും. അതിന് പോലീസിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒരൊറ്റ പ്രഖ്യാപനം, ഉത്തരവ് മാത്രം മതി.
ശ്രീ രമേശ് ചെന്നിത്തല ഒറ്റ ഉത്തരവ്, മദ്യഷോപ്പുകളെല്ലാം പൂട്ടും, ഇന്നേക്ക് 24 മണിക്കൂറിനകത്ത് മദ്യഷോപ്പുകൾ മുഴുവൻ പൂട്ടാൻ പോകുന്നു എന്ന് പറയാനുള്ള ആർജവം, എന്ന് പറയാനുള്ള ആണത്വം എന്ന് ഞാൻ പറയുന്നില്ല, അപ്പോൾ ശരിയല്ലാത്ത ഭാഷയായിട്ട് മാറും, എന്ന് കാണിക്കാനുള്ള ആർജവം ഇവിടുത്തെ ഗവൺമെൻറ്റോ രമേശ് ചെന്നിത്തലയോ കാണിക്കുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇപ്പുറത്തേക്കൂടെ എല്ലാ വിധത്തിലുള്ള ലഹരി ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്, ബീവറേജസ് മുഖാന്തരം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് അവിടെയോ ഇവിടെയോ എവിടെയോ രഹസ്യമായിട്ട് MDMA പോലെ ഉപയോഗിക്കുമ്പോൾ അത് കയറിപ്പിടിക്കുന്നു. ഇത് രഹസ്യമായിട്ടാണോ? ഇത് പരസ്യമായിട്ടല്ലേ? ഒറ്റ ഉത്തരവ് മുഖാന്തരം തന്നെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ. അപ്പോൾ പഠനം എന്താ അറിയാമോ? കുറേ ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന്. ഈ തൊഴിൽ നഷ്ടപ്പെടുന്ന സമയത്ത് ഈ മദ്യപിക്കുന്ന ആൾക്കാരെ മാനം പോകുന്നു, അവർക്ക് മാനനഷ്ടം വരുന്നു, ധനനഷ്ടം വരുന്നു, ആരോഗ്യനഷ്ടം വരുന്നു. ഇവർക്ക് ഈ സമൂഹത്തെ മുഴുവൻ മുക്കി താഴ്ത്തിക്കൊണ്ട് വേണോ അതിനൊരു ജോലി, ഒരു വ്യവസായത്തിൻ്റെ സ്റ്റാറ്റസ് ഉണ്ടാക്കി കൊടുക്കാൻ? ആലോചിച്ച് നോക്കേണ്ട കാര്യമാണത്. ഞാൻ ആലോചിച്ച് നോക്കിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതിൻ്റെ ഒരു വിരോധാഭാസം എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ആ ലഹരി മരുന്നിൻ്റെ ഉപയോഗവും സാധാരണ കുടുംബങ്ങളിൽ ആ കുടുംബത്തിൻ്റെ ആ ഒരു കെട്ടുറപ്പ് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ആ കുടുംബത്തിലെ താങ്ങി നിർത്തേണ്ടുന്ന ഭൃധാതു, ബേറർ ധാതുവിൽ നിന്നാണ് ഭർത്താവ് ഉണ്ടാവുന്നത്. ഭരിക്കുന്നവെന്നുള്ള അർത്ഥത്തിലല്ല, താങ്ങുന്നവെന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ അയാളെ താങ്ങേണ്ട ഗതികേടാണ് ദിവസവും വൈകുന്നേരം ഭാര്യയ്ക്കും മക്കൾക്കും. കാരണം എന്താണ്? അയാൾ ആടിയാടിയാ വരുന്നത്, റോഡിന് വീതി പോരാന്ന് ആടിയാടിയാ വരുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ വന്ന് പറയും, അതെ നിങ്ങളുടെ ഭർത്താവ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, ആ 3ാമത്തെ പോസ്റ്റിൻ്റെ അവിടെ. പിന്നെ അവിടുന്ന് താങ്ങിയോട് കൊണ്ടുവരണം. കുടുംബത്തിന് താങ്ങാവേണ്ട ആളുകൾ ഈ രീതിയിൽ മദ്യപാനം നടത്തിക്കൊണ്ട് കുടുംബക്കാർ ഇവരെ താങ്ങിക്കൊണ്ടിരുന്ന ഗതികേടാണ് വരുന്നത്. ഇത് അവിടെയുള്ള കുട്ടികളും എല്ലാവരും കാണില്ലേ വാസ്തവത്തിൽ. ആയതുകൊണ്ട് തന്നെ ആ ചില കാഴ്ചകൾ കണ്ടു വളരുന്ന കുട്ടികൾ, അവർക്കൊരു ക്രിമിനൽ മൈൻഡ്, അതൊരു എൻ്റർടൈൻമെൻറ്റാണ് അവർക്ക്. ക്രിമിനൽ മൈൻഡ് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റാണ് അവർക്ക്. കുട്ടിക്കാലത്ത് പക്ഷികളെ പിടിച്ച് കഴുത്തിനഴിച്ച് കൊന്ന് ആനന്ദം ഉൾക്കൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. അതാണ് രാമൻ രാഘവൻ. അയാൾ പിന്നെ എന്തായെന്നറിയോ? മനുഷ്യന്മാരെ കൊല്ലാൻ ബോംബെയെ ഞെട്ടിച്ചു കളഞ്ഞു. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ ബോംബെ തെരുവീതികളിൽ ഒരു മനുഷ്യർ പോലും ഇല്ലാത്തൊരു കാലഘട്ടം വന്നിരുന്നു അവിടെ. അയാളെ പിന്നെ അവരെ എടുത്തു, അയാളെ ചെയിനിൽ എന്താ ജീവപര്യന്തം ചങ്ങലക്കിട്ടിട്ടൊക്കെയാണ്, തൂക്കൊല്ലം വിധിച്ചില്ല, മനോരോഗമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ രീതിയിലുള്ള കുട്ടികളെ ഇവിടെ വളർത്തുന്ന വാസ്തവത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അമേരിക്കയിലെ വെടിവെപ്പ് കുട്ടികൾ, നല്ല കുട്ടികൾ, കാണാൻ നല്ല കുട്ടികൾ, ഒരു സുപ്രഭാതത്തിൽ അവൻ്റെ അച്ഛൻ്റെ തോക്കും കൊണ്ടുവന്ന് ആ സ്കൂളിലുള്ള മാഷുമാരും ടീച്ചർമാരും കുറേ കുട്ടികൾ 10-15 പേരെ. ഇത് സ്ഥിരം കാണുന്നത്, സ്ഥിരം വായിക്കുന്നൊരു വാർത്തയല്ലേ. എങ്ങനെ പോയാലും 6 മാസത്തിൽ ഒരു ഭാഷ അവിടെ ഉണ്ടാകും. ഒരു കുട്ടി വന്ന് എല്ലാവരും കൊന്നിട്ട് അവനും ചിലപ്പോൾ വെടിവെച്ച് മരിക്കുന്നു. അതിന് കാരണം എന്താണ്? അവർക്കുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ രീതികൾ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വളർച്ച ഈ തലയ്ക്കകത്ത് ബുദ്ധിച്ചരക്കുകളാക്കി മാറ്റുക. അവന് കൈകളുണ്ട്, കാലുകളുണ്ട്, കാണാൻ കണ്ണുകളുണ്ട്, കേൾക്കാൻ ചെവികളുണ്ട്, പറയാൻ അവൻ്റെ ഇന്ദ്രിയങ്ങളുണ്ട്, അവന് കൈകാലുകളുണ്ട്, ഓടിക്കളിക്കാനുള്ള താല്പര്യങ്ങളുണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെ 10ാം ക്ലാസ് വരെ അവന് ഒരു 15 വയസ്സ് വരെ അവന് സ്കൂളിൽ ചേർത്തിയില്ലാന്ന് ചോളും. അവന് ഒരിക്കലും പറയാൻ പോകില്ല എനിക്ക് കളിച്ചാണ് എന്നെ സ്കൂളിൽ കൊണ്ട് ചേർത്തു എന്ന് ചിലപ്പോൾ അവൻ പറയില്ല. അവന് കളിച്ചു കിടക്കാനുള്ള താല്പര്യം. പക്ഷെ നമ്മൾ നിർബന്ധിക്കാം, സ്കൂളിൽ പഠിപ്പിക്കാൻ നിർബന്ധിക്കാം. കാരണം ഈ അതിനാധുന സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അക്ഷരാഭ്യാസം വേണമല്ലോ, കണക്ക് കൂട്ടാൻ അറിയണമല്ലോ, ലോക വിവരം ഉണ്ടാകണമല്ലോ, അതൊക്കെയും ചെയ്യാം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ? അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി അമ്മയുടെ പ്രസവം ലണ്ടനിലാക്കിയെന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ പുറത്തു വരാൻ കാത്തിരിക്കുകയാണ് കുട്ടികൾ. അപ്പോഴേക്കും കിൻഡർ ഗാർട്ടൻ, അത് കഴിഞ്ഞാൽ UKG, LKG, അത് കഴിഞ്ഞാൽ UKG, അത് കഴിഞ്ഞാൽ സ്കൂള്. അവൻ്റെ നല്ല കാലഘട്ടം
15 വയസ്സ് വരെ, അതായത് SSLC വരെയുള്ള 17 വയസ്സ് വരെ, അപ്പോൾ സ്കൂളിൽ തന്നെയാണല്ലോ, വാട്ടർ ഹൗസിലിട്ട് പോകണമല്ലോ, 17 വയസ്സ് വരെ അവനെ ശരിക്കും ബൊമ്മക്കുട്ടിയായിട്ട് അവൻ്റെ കഴുത്തിലും കാലിലും ചങ്ങലയിട്ട്, ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ഈ കുതിര വണ്ടി വലിക്കുന്ന കഴുതകളുണ്ടല്ലോ, ആ കഴുതകൾ അതിന് ചുമക്കാൻ പറ്റാത്ത ഭാരവും പുറയിൽ കെട്ടിവെച്ച് കയറ്റയ്ക്കും കയറുമ്പോൾ അതിൻ്റെ വായിൽ നിന്ന് നൊരയും പതയ്ക്കും വരും. എന്നിട്ടും അച്ഛനമ്മമാർ അതിൻ്റെ കഴുത്തിൽ കയറിട്ട് വലിക്കുകയാണ്, വണ്ടി വേഗത്തിൽ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട്. ആ കഴുതയുടെ ദുഃഖമല്ലേ വാസ്തവത്തിൽ മറ്റേ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നത്. ഒരു കൊച്ചുകുട്ടി, എനിക്കറിയാവുന്നൊരു കൊച്ചുകുട്ടി, ഇവിടെ വരാറുള്ളൊരു കൊച്ചുകുട്ടി, അവനെക്കുറിച്ച് അഭിമാനപൂർവ്വം അവൻ്റെ വീട്ടുകാർ പറഞ്ഞതെന്താ അറിയാമോ? സ്വാമി, അവനിപ്പോൾ ഇന്ന സ്ഥലത്താണ് അവൻ പഠിക്കുന്നത്, ആന്ധ്രാപ്രദേശിനോട് അടുത്തൊരു സ്ഥലത്താണ്. ചെന്നൈയിൽ നിന്ന്, ഞാൻ താമസിക്കുന്ന ചെന്നൈയിൽ നിന്ന് 10-60 കിലോമീറ്റർ ഉണ്ട്. കാലത്ത് അവൻ സ്കൂളിലേക്ക് പോകും, 8 മണിക്ക് സ്കൂളിലേക്ക് പോകണം. 8 മണിക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 2 സെഷനാണ് സ്കൂൾ. രണ്ടാമത്തെ സെഷൻ്റെ പകുതി കഴിയുമ്പോഴാണ് അടുത്ത ബസ് സ്റ്റാർട്ടാവുക. വീട്ടിലെത്തുമ്പോഴേക്കും മണി 5 കാലത്ത് 8 മണിക്ക് പോകുന്ന കുട്ടി വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ 5 മണി. 5 മണിക്ക് ഇവിടെ വന്ന് അവൻ കുളി ഇതെല്ലാം കഴിഞ്ഞ് ആഹാരം കഴിച്ച് അവൻ ഉറക്കാൻ നോക്കുമ്പോഴാണ് ട്യൂഷന്. പിന്നെ ആ ട്യൂഷൻ കഴിഞ്ഞ് അവൻ വരുന്നത് 8 മണിക്കാണ്. ആ കുട്ടിയെ കൊല്ലാക്കൊല ചെയ്യല്ലേ ചെയ്യുന്നത്. കുട്ടികൾ കളിക്കാൻ സമയമുണ്ടോ? ഞങ്ങളുടെയും കുട്ടിക്കാലത്ത് പഠിച്ചോ പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ല. അവിടെ ഒരു പോത്തോട്ടപ്പറമ്പുണ്ട്, തൃക്കൂർ പോത്തോട്ടപ്പറമ്പ് പറയും. അവിടെ കളികളാണ്. ഒരു ചതഞ്ഞ ഫുട്ബോൾ ഉണ്ടായിരിക്കും, എയറൊന്നും ഇല്ലാത്ത ഫുട്ബോളിലേക്ക് കളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തുണിപ്പന്ത് വെച്ച് കളിച്ചിട്ടുണ്ട്, ചാടാറുണ്ട്, തുള്ളാറുണ്ട്, മരം കയറാറുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട്. ഇപ്പം അതൊന്നുമില്ല. കുട്ടികളെ ബുദ്ധിച്ചരക്കുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കിടന്ന് പെടാപ്പാട് വീണാണ് അച്ഛനമ്മമാരെല്ലാവരും. അതുപോലെ തന്നെ ഈ ഇന്നത്തെ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം, ആ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാതെ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഈ സമൂഹം അവരുടെ മുമ്പിൽ ഇല്ലാതായി പോകുന്നു. സമൂഹം അവർക്കില്ല, അച്ഛനില്ല, അമ്മയില്ല, തന്തയില്ലാത്ത തള്ളയില്ലാത്ത കുട്ടികളെന്ന് പറയാം. കാരണം തന്ത തള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള സംഭോഗ കർമ്മം, അതിലൂടെ ഇവൾ ഗർഭിണിയാകുന്നു, കുട്ടിയുണ്ടാകുന്നു. കഴിഞ്ഞോ? ഒരു സത്പ്രജാ സൃഷ്ടി, ആ കുട്ടിയെ ഒരു മാംസപിണ്ഡമായിട്ട് ഇവിടെ വളർന്നു വരുന്ന കുട്ടിയെ വളർത്തി വലുതാക്കി ഊണ് കൊടുത്ത ശരീരം മാത്രമല്ല ആന്തരിക വിഭവങ്ങൾക്കും ഗംഭീരത്വം ഉണ്ടാക്കി വെക്കുന്ന രീതിയിൽ. പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്താണ്? കുട്ടി കാലത്ത് എഴുന്നേൽക്കുമ്പോഴേക്കും അച്ഛൻ ജോലിക്ക് പോയിട്ടുണ്ടായിരിക്കും, അമ്മയ്ക്കും ജോലിക്ക് പോകണം, മുത്തശ്ശി വീട്ടിലില്ല, ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിൽ. അതിനാണ് ഈ കിൻഡർ ഗാർട്ടനിൽ കൊണ്ട് ഡംപ് ചെയ്യുന്നത്, അല്ലെങ്കിൽ UKG കൊണ്ട് LKG കൊണ്ട് ഡംപ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തിരിച്ചു ഇവനിവിടെ വന്ന് അവനവിടെ സ്കൂളിലെ വിദ്യാഭ്യാസം അതെല്ലാം കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് വന്ന് അവൻ വരുമ്പോഴേക്കും അച്ഛൻ വന്ന് പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ ക്ഷീണിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടായിരിക്കും. ഇവനുമായിട്ടൊന്ന് ലാളിക്കാനോ മോനെ എന്ന് വിളിക്കാനോ താരാട്ട് കേട്ട് ഉറങ്ങാനോ ഇതിനൊന്നും കഴിയാത്തൊരു പുതിയ തലമുറയാണ് വാസ്തവത്തിലുള്ളത്. മുത്തശ്ശൻ കഴുത്തില്ല. മുത്തശ്ശിയായി അവർ തന്നെ പറയും ഞങ്ങളെ വല്ല വൃദ്ധസാധനം കൊണ്ടാക്കിയോളാം, അവർക്കറിയാം അതാണ് നല്ലത് എന്ന്. ഏതായാലും കുട്ടികൾ കടുത്ത മെൻ്റൽ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സാരം, മാനസിക വിക്ഷോഭം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാരം. അവരെ ബുദ്ധിച്ചരക്കുകളാക്കി മാറ്റുകയാണ്. ഇവിടെ ഇപ്പോൾ പുതിയൊരു കൾട്ടുണ്ട്. ഇപ്പം എന്നോട് പലരും ചോദിച്ചു, സ്വാമി ഇപ്പോൾ RSS ആയോ, സ്വാമി ഇപ്പോൾ BJP ആയോ? ഇവിടെ മനുഷ്യന്മാരില്ല എന്നർത്ഥം. എല്ലാവരും ഇവർക്കിപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ പേരല്ല ചോദിക്കുന്നത്. ഇപ്പോൾ ഒരാളെ കണ്ട് നമസ്കാരം, ഇപ്പോൾ എവിടെയാണ് നിൽക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസ്സിനാണോ മാർക്സിസ്റ്റ് പാർട്ടിയിലാണോ BJP ആണോ? ചത്തു കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു അനാഥ ശവം കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൊണ്ടോ അറിയാം, ഇയാൾ കോൺഗ്രസ്സുകാരനാണെന്ന് തോന്നുന്നുള്ളൂ. അയാളുടെ കയ്യുമ്പോൾ ഒരു ചരട് കണ്ടില്ല, അയാൾ RSSകാരനാണെന്ന് തോന്നുന്നുണ്ട്. ഇയാളുടെ അച്ഛൻ, ഇയാളുടെ അമ്മ, ഇയാളുടെ തറവാട്, ഇയാളുടെ വീട് അതിന് യാതൊരു പ്രാധാന്യമില്ലാതായി മാറി. കാരണം ഇവരെല്ലാവരും അടിമകളായിട്ട് മാറി എന്നർത്ഥം. പാർട്ടി അടിമകൾ, പ്രസ്ഥാനത്തിൻ്റെ അടിമകൾ, അങ്ങനെയുമായിട്ട് മാറി. ഇതല്ലേ കുട്ടികൾ അവരുടെ അച്ഛനും അമ്മയിലും കണ്ടുപിടിക്കുന്നതല്ലേ? മോൻ്റെ അച്ഛനാരാ? എൻ്റെ അച്ഛൻ CPM-കാരനാണ്. മോൻ്റെ അമ്മ ആരാ? എൻ്റെ അമ്മ BJP-കാരിയാണ്. അമ്മയുടെ പേരല്ല പറയുന്നത്, എൻ്റെ അമ്മയുടെ പേര് ശാന്തകുമാരി എന്നാണ്, എൻ്റെ അമ്മ ഒരു സ്കൂൾ ടീച്ചറാണ്, എൻ്റെ അച്ഛൻ്റെ പേര് ഭാസ്കരൻ എന്നാണ്, അദ്ദേഹം ഒരു പോലീസിലാണ്, അദ്ദേഹം ജോലി എന്നല്ല പറയണത്. ആരാ നീ? ഞാൻ BJP-കാരനാണ്. ആരാ അച്ഛൻ? CPM-കാരനാണ്. ആരാ അമ്മ? കേരള കോൺഗ്രസ്സുകാരിയാണ്. ഇതാണ് ഇവരുടെ ഐഡൻറ്റിറ്റി എന്നർത്ഥം. ആയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കൂട്ടുകൂടുക, പണ്ട് തറവാടുകളുണ്ടായിരുന്നു,
അതായത് കൂട്ടുകുടുംബങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൂട്ടുകൂടാറുണ്ടായിരുന്നു. തമ്മിൽ അതായത് ഒരു ഒരു സമൂഹ ജീവിയായിട്ടാണ് വളർന്നിരുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താ അറിയാമോ? രസകരമായിട്ടൊരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വൈകുന്നേരം ഫോൺ ചെയ്യും, ഹലോ രാമചന്ദ്രനല്ലേ, നമുക്ക് പാർക്കിൽ കാണാട്ടോ. ഓക്കെ, അവൻ അപ്പുറത്ത് ഫോൺ ചെയ്യും, ഇവൻ ഇപ്പുറത്ത് ഫോൺ ചെയ്യും. ലിങ്ക് ആയിട്ട് 10-15 പേര് എല്ലാവരും കൂടി പാർക്കിലേക്ക് വരും. പാർക്കിലേക്ക് വന്നിട്ടുള്ള പരിപാടി എന്താ അറിയോ? എല്ലാവരും പാർക്കിൽ വട്ടം കൂടിയിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്തിനാ അവിടെ ചെന്നത്? തമ്മിൽ ബന്ധങ്ങളില്ല. വീടിനകത്ത് അമ്മ മൊബൈലിനകത്ത് കുത്തുന്നു, അച്ഛൻ മൊബൈലിനകത്ത് കുത്തുന്നു, മക്കൾ മൊബൈലിനകത്ത് കുത്തുന്നു, അപ്പുറത്തും മാറിയിരിക്കുന്നു. ആഹാരം കഴിക്കാൻ വരുമ്പോഴും അതെ, വായ നമുക്ക് കൈ പിന്നെ എങ്ങനെ തിരിഞ്ഞാലും ആ കൈ അറിയാലോ, വായ എവിടെയാണ് എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നോട്ടം മുഴുവൻ ഇതിനകത്താണ്. എന്നിട്ടാണ് തീറ്റ. ഞാൻ ആഹാരം കഴിക്കുന്ന സമയത്ത് ആഹാരത്തെ ലക്ഷ്മിയായിട്ട്, ആഹാരത്തെ ദൈവമായിട്ട് കണ്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. തൊട്ട് നിറയിൽ വെച്ച്. ഇപ്പോൾ അതല്ല, ആഹാരം ഇങ്ങനെയാണ് കഴിക്കുന്നത്, ഇതിൽ നോക്കിയിട്ട് ഇങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മുടി വെട്ടാൻ വേണ്ടിയിട്ട് ബാർബർ ഷോപ്പിൽ പോയാലും അയാളുടെ തല എപ്പോഴും ഇങ്ങോട്ട് പിടിച്ച് തിരിക്കണം. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് തിരിയും. കാരണം ഇവിടെ മൊബൈൽ. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് തിരിക്കും, അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു. ഇതാണ് അവസ്ഥ എന്നർത്ഥം. നമ്മൾ സമൂഹ ജീവികളല്ലാതായിട്ട് മാറി. ആ സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന സ്നേഹം, പരിഗണന, അദ്വേഷ്ടത, മൈത്രി, ഇതൊന്നും നമുക്ക് കിട്ടാതായിട്ട് മാറി. കുട്ടികളെല്ലാം ഭ്രാന്തന്മാരായിട്ട് മാറി എന്നർത്ഥം. ഇനി അവരുടെ സന്തോഷം വാസ്തവത്തിൽ ഗോട്ടിക്കായ കളിയോ പമ്പരമെറിഞ്ഞുള്ള കളിയോ മാവുമ ഉന്നം നോക്കി എറിഞ്ഞിട്ടുള്ള കളികളോ ഒന്നുമല്ല. വഞ്ചി ഉണ്ടാക്കി കളിക്കുക, ചിറ കെട്ടി കളിക്കുക ഒന്നുമല്ല. അതൊക്കെ എന്ത്? അപ്പോൾ ഇനിയത്തെ കളികൾ മുഴുവൻ വലിയ ആൾക്കാരിപ്പോൾ എന്താ ചെയ്യുന്നത്? അതന്നെ ഇവർ കണ്ടുപിടിക്കുന്നു. എല്ലാം കാണാൻ എന്തുണ്ട്? അവരുടെ ലോകം മൊബൈലാണ്. അതുകൊണ്ടാണ് മൊബൈൽ പിടിച്ചു വെച്ച് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ. അവർ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മൊബൈൽ പിടിച്ചു വെക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് കുട്ടികൾ വീട് വിട്ടു പോകുന്നത്? എന്താണ് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വല്ലപ്പോഴും അവർ സംസാരിക്കുന്നത് അവരുടെ അച്ഛൻ, അവരുടെ അമ്മ, അവരുടെ പെങ്ങൾ, അവരുടെ അധ്യാപകൻ, അവരുടെ സർവസ്വവും. ഇപ്പം മറ്റേ ഓൺലൈൻ ക്ലാസ്സുകളായല്ലോ. അപ്പോൾ ആയതുകൊണ്ട് അവൻ്റെ സ്കൂള് എല്ലാം മൊബൈലാണ്. അത് വാങ്ങിച്ചു വയ്ക്കുമ്പോൾ അവൻ മരിച്ചവനായിട്ട് മാറുകയാണ്. അവൻ വസിക്കുന്നൊരു പ്രേതഭൂമിയിലായിട്ട് മാറുകയാണ്. അവൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും സർവസ്വവും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ ചെയ്യുക? ആത്മഹത്യ ചെയ്യും. അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അർത്ഥം. ഏതായാലും മക്കളോട് വല്ലപ്പോഴും മോളെ എന്ന് വിളിക്കാൻ. അതിന് ഓണാഘോഷമുണ്ട്. ഓണാഘോഷം ആരപ്പോൾ? ഗവൺമെൻറ്റാണ് നടത്തുന്ന ഓണാഘോഷം. സർക്കാരാണ് ഓണാഘോഷം നടത്തുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഓണാഘോഷം നടക്കുന്നത്. വീടിനകത്തല്ല ഓണം. പണ്ടൊക്കെ ഓണം വരുന്ന സമയത്ത് എല്ലാ ബന്ധുക്കളും, അതായത് ഒരു വീട്ടിൽ 10 മക്കളുണ്ടെങ്കിൽ ആ 10 മക്കളും ഒരുമിച്ച് കൂടാറുണ്ട്. ആ ഒരുമിച്ച് കൂടിയിട്ട് അന്നേ ദിവസമെങ്കിലും അതിനേക്ക് വലിയ അർത്ഥ തലങ്ങളുണ്ടായിരുന്നു. ഉത്സവം വരുന്ന സമയത്ത് അവരുടെ സങ്കേതത്തിൽ ഉത്സവം വരുന്ന കുലദേവത, അവർ ഉത്സവം വരുമ്പോൾ എല്ലാവരും, ബോംബെയിലുള്ളവരും എല്ലാ ആൾക്കാരും എല്ലാവരും അവിടെ ഒത്തുകൂടും. എനിക്ക് വലിയ അർത്ഥതലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ലാതായി മാറി. കുട്ടികൾക്ക് അവരുടെ മുഖത്ത് പോയി ചിരിക്കാൻ, മോളെ എന്ന് വിളിക്കാൻ, മോനെ എന്ന് വിളിക്കാൻ, എന്തൊരു വിഷമമുണ്ടെന്നൊരു സാന്ത്വനം കൊടുക്കാൻ ആരുമില്ല എന്നുള്ളതാണ് സത്യം. അത്തരം കുട്ടികൾ തോക്കെടുത്ത് വെടിവെച്ചാലും കത്തിയെടുത്ത് കുത്തിയാലും എന്താ അത്ഭുതം! ഇതിനൊക്കെ എന്താണ് ഒരു പരിഹാരം? എനിക്കറിയില്ല കേട്ടോ. എന്നോട് ഒരു ചോദിക്കും വേണ്ട, എനിക്കറിയില്ല. ഇതൊക്കെ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മാത്രം. ഇതിൻ്റെ പരിഹാരം പറയാൻ എനിക്ക് കഴിയില്ല. നമസ്കാരം.